അത് പശുവിൻ്റെ കാര്യം പറയുമ്പോൾ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ഷൻ, ഒരു സോഷ്യൽ പ്രൊജക്ഷനായിട്ട് പശു മാറിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഉത്തരേന്ത്യൻ റോഡുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പുതിയ റോഡുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എത്ര ലൈനാണ്, പക്ഷെ മൊത്തം ചാണകമാണ്. വണ്ടി അല്ല, തമാശ പറയല്ല. ഈ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയോടെ നിർത്തണം. പശു കൊണ്ടുവന്ന് കുത്തി കീറി കഴിഞ്ഞാലും നമ്മൾ സഹിക്കണം. പശുവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ആളിനെ പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പശുവിനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മോർച്ചറിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ് അവിടെ. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ പശു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പശുവിന് വേണ്ടിയുള്ള എന്താ പറയുക, പശുവിനെയൊക്കെ പാർപ്പിക്കുകയാണ്. ബജറ്റിൽ നിന്ന് കോടികൾ എടുത്തുകൊണ്ട് അതിന് പശുവിനെ മാത്രം പരിപാലിക്കാനായിട്ട് ടെൻറ്റുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ യു പിയിൽ ഭയങ്കര ഒരു വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കളെല്ലാം കുറേ കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇത് അത്ഭുത ജീവികളൊന്നുമല്ല, സാധാ ജീവികൾ തന്നെ. അവയെ എങ്ങനെയാണ് നമ്മൾ ഒരു വർത്തമില്ലാത്ത അവസ്ഥയിൽ അവരെ ഇങ്ങനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു, കുറേ കഴിയുമ്പോൾ അഴിച്ചു വിടുന്നു. കെട്ടുമൊന്നുമില്ല, കയറുമൊന്നുമില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് എന്തിനാണ് അവർ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശു എന്ന് പറയുന്നത് ഒരു മതചിഹ്നമാണ്, ഭക്തിയുടെ ഒരു സിമ്പലാണ്. അത് വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തത്തിൽ വളഞ്ഞു പിടിക്കുകയാണ്. അത് ഉത്തരേന്ത്യയിൽ വളരെ വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ ആ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് വലിയ തോതിൽ ശ്ലാഘനീയമായ കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഉള്ളടക്കം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് ഓടാത്തത്.